അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തുമ്മൽ ഹംദുലില്ലാഹ്. നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം 12-ാം രാവിലാണ്. 12-ാമത്തെ രാവിലേക്ക് നമ്മളെല്ലാവരും ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ാം രാവാണ്, നബിദിന രാവാണ്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ പോലെ മഹത്വമുണ്ട് എന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അതിശ്രേഷ്ഠമായ ഒരു രാവിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. മനസ്സിൽ അല്പമെങ്കിലും ഈമാനും അള്ളാഹുവിൻ്റെ റസൂല് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്കും ഹുബ്ബും മഹബ്ബത്തുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സൗഭാഗ്യമാണ് ഇന്നത്തെ രാവ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന മൗലിദ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ പരിശുദ്ധമായ മങ്കൂസ് മൗലിദിലേക്ക് കടക്കുകയാണ്. അല്ലെ, മങ്കൂസ് മൗലിദിൽ എന്താ പറയുന്നത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് പറയുന്നത്. നബിതങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ ഈ ലോകത്തുണ്ടായ പല മാറ്റങ്ങളുമാണ് പറയുന്നത്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായിരുന്ന സമയത്ത് അവർക്കുണ്ടായ ഓരോരോ അനുഭവങ്ങൾ പറഞ്ഞ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പുകഴ്ത്തി അവിടുത്തെ മദ്ഹുകൾ പാടി നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുവെ നീ മാറ്റിത്തരണേ എന്ന അവസാനം ദുആയോടുകൂടി നിർത്തുന്ന മൗലിദാണ് മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആദ്യ അവസാനം മുഴുവനായും നമ്മൾ പാരായണം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ രക്കും. അല്ലേ, നമുക്ക് വേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണലാണ്. അതുപോലെ തന്നെ നബി തങ്ങളുടെ റൗദാ ഷരീഫിൻ്റെ ചാരച്ചെന്ന് ഒരു സലാത്തും സലാമും പറയലാണ്. അവസാനം മരിച്ച് നമ്മൾ ഖബറാകുന്ന ലോകത്ത് കിടക്കുമ്പോൾ അവിടെയും നമ്മളെ സന്തോഷിപ്പിക്കാൻ മുത്ത് റസൂൽ നമ്മുടെ ഖബറിലേക്ക് വരണമെന്നാണ്. അതും കഴിഞ്ഞ് നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ആ ഹബീബിന്റെ ചാര നമുക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാത്തിലും ഉപരിയായി മുത്ത് റസൂലിന്റെ ശഫാഅത്ത് കിട്ടണം. അല്ലെ, ശഫാഅത്ത് അല്ലാഹുവേ നീ തരണേ എന്നൊക്കെയുള്ള വലിയ ദുആയാണ് നമ്മൾ ഈ ഒരു മങ്കൂസ് മൗലിദിലേക്ക് നമ്മൾ പറയുന്നത്. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ النبي والسلام على الرسول الشفيع الابتحي والحبيب العربي. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് ഞങ്ങളുടെ വാപ്പയും ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ഭർത്താവും ഞങ്ങളുടെ മക്കളും കൂട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരും എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സമയത്ത് അല്ലാഹുവേ എൻ്റെ ഉമ്മത്ത് എവിടെയാണ്, എൻ്റെ സമുദായം എവിടെയാണ്, എൻ്റെ സമുദായം അവർ സ്വർഗത്തിലാണോ, അവർ വിജയിക്കുന്നവരാണോ എന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മളെ ഓർക്കുന്ന ഒരു സമയമുണ്ട് മഹ്ശറിയിൽ. ആ മഹ്ശറിയിലെ സമയത്ത് നമുക്ക് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശഫാഅത്ത് കിട്ടാനൊക്കെയുള്ള ഒരു വല്ലാത്ത തേട്ടമാണ് ഈ മൗലിദിലൂടെ നമ്മൾ പറയുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മൗലിദിന്റെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 1-ാമത്തെ രാവ് മുതൽ 12-ാം രാവിലാണ് ഞങ്ങളുള്ളത്. റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയ മുഴുവൻ മൗലിദിന്റെ മജ്ലിസുകളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടവരാണ്. അല്ലാഹുവേ, അതിൽ ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്, ഒരുപാട് തഹജ്ജുദ് മുടക്കാത്ത ഉമ്മമാരുണ്ട്, ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാരുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, ഒരുപാട് പേര് ഞങ്ങളുടെ മജ്ലിസ് കണ്ട് ദുആരെന്ന് കണ്ണീരോടുകൂടി ഞങ്ങളുടെ മജ്ലിസ് കണ്ടവരാണ്, അതിൽ പങ്കെടുത്തവരാണ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ലോക മുസൽമാൻ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന, ലോക മുസൽമാൻ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മലക്കുകളും മുഴുവൻ മുഅ്മിനീങ്ങളായ ജിന്നുകളും മുഴുവൻ വസ്തുക്കളും സർവചരാ
ചരാചരങ്ങളും സന്തോഷിക്കുന്ന അസുലഭ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ ഈ രാത്രി കടന്നു പോകുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും ഇനിയുള്ള ദിവസങ്ങളിലും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ആവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ട സമയത്തൊക്കെ കേൾക്കാൻ പറ്റിയ മങ്കൂസ് മൗലിദിന്റെ പൂർണ്ണമായും 5 ഹിക്കായത്തും ബൈത്തും ഒക്കെ ഓതി ഇൻഷാ അല്ലാഹ് അവസാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആരൊക്കെ ദുആ വസിയത്ത് ചെയ്തു എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരന്ന് അവസാനം സന്തോഷത്തോടു കൂടി പിരിയാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഖൽബ് അറിയുന്ന റബ്ബ് അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മുത്തു ഹബീബിനെ സ്വപ്നം കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മൗലിദിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. മൗലിദ് 5 ഹിക്കായത്ത് 5 ബൈത്താണുള്ളത്. ഹിക്കായത്ത് ഓതുമ്പോൾ നമ്മൾ ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറയാറുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാറുണ്ട്, പിന്നെ ആമിന ബീവിയുടെ പേര് പറയും. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ പറയുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്നും അതുപോലെ അതിൻ്റെയൊക്കെ തർലിയത്ത് മലക്കുകളുടെ പേര് പറയുമ്പോൾ അലൈഹിസ്സലാം, പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ അലൈഹിസ്സലാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഈ മൗലിദിന്റെ മജ്ലിസിൽ നമ്മൾ ചെയ്യേണ്ട അദബാണ്, മര്യാദയാണ്. അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തർലിയത്ത് ചൊല്ലുക, അത് മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ വുദുവോടുകൂടി നമ്മുടെ മജ്ലിസിലിരിക്കൽ വലിയ ഖൈറാണ്. ഇനിയിപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും ഇൻഷാ അല്ലാഹ് ഇതിലൊക്കെ പങ്കെടുക്കാം, ഒരു കുഴപ്പമില്ല. അവർക്കും ഈ മൗലിദൊക്കെ ഓതാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കളെയും ഒക്കെ നമ്മുടെ ഈ മജ്ലിസിലേക്ക് പങ്കെടുപ്പിക്കുക. പിന്നെ ഈമാനോടെ നല്ല ഇഖ്ലാസോടെ നല്ല തഖ്വയോടുകൂടി ഈ ഒരു മൗലിദിൻ്റെ സദസ്സ് അല്ലേ, ഇതിപ്പോൾ ഒരുപക്ഷെ അവസാനത്തെ മൗലിദായിരിക്കാം. ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മളൊക്കെ ഇങ്ങനെ മൗലിദ് ഓതാനുണ്ടോ, പറയാൻ ഞാനുണ്ടോ, കേൾക്കാൻ നിങ്ങളുണ്ടോ, ഒന്നും അറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു റൗളയൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്ത് ഇനി എത്ര കാലം ജീവിക്കുന്നോ അത്ര കാലം അള്ളാഹുവിൻ്റെ ആഫിയത്തിലായി ആരോഗ്യത്തിലായൊക്കെ ജീവിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഹലാലായ മുറാദൊക്കെ ഹാസിലാവണമെന്ന് നമുക്ക് കരുതി നല്ല നിയ്യത്തോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് മൗലിദിലേക്ക് കടക്കാം. അള്ളാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ മൗലിദ് എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദറത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. سبحان الذي يطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. اللهم صل وسلم وبارك عليه. وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا. فولد بوجه أخضر قمرا وفرقدا. ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا. ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا. ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. اللهم صل وسلم وبارك عليه. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام
بألف أيام يسبح الله ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فاهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على صفاح قط صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير
النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في العرب، وذلك في ليلة الجمعة من شهر رجب، أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودقت بشائر الأفراح وزهرت كواكب الصباح، ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر، ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنها اهتز العرش ضربا واستبشارا، وزاد الكرسي هيبة ووقارا، وامتلأت السماوات أنوارا، وضجت الملائكة تهليلا واستغفارا، فأصبحت آمنة تلك الليلة والأنوار تلوه في جبهتها المؤتمنة، وأمنت به من المخاوف الكامنة، وظهرت لانتقال نوره الآيات، وتباشرت به جميع المخلوقات. ولما حملت به صلى الله عليه وسلم في رجب الهنا، بشرت في شعبان بنيل المنى، وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا، وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى، ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا، وأتاها في ذي الحجة موسى الكليم عليه السلام وأعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى، وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا، واصطفت الملائكة منزلها في سفر، فعلمت أن موعد السرور قد قرب ودنا. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا، ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة رضي الله عنها أمر الولادة، وحان بروز الشمس السعادة، تلألأ الحق نورا أضاء ونشرت له في الكون أعلام الرضا، وإذا بطائر أبيض قد سكت من الهوى فمر بجناحيه على بطن آمنة رضي الله عنها مسرعا، فضربها المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول، وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وأصحابه أجمعين. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد يا ربي صل وسلم. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي، ولد الحبيب السيد المتعبد والنور من وجناته يتوكد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي، جبريل نادى في منصة حسنه هذا مليه الكون هذا أحمد. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي، هذا كهيل طرف هذا المصطفى
هذا جزيل الوصف هذا السيد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي هذا جميل النعت هذا المرتضى هذا مليح الوجه هذا الأوحد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي قالت ملائكة السماء بيسرهم ولد الحبيب ومثله لا يولد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ولدته مختونا ومكحولا كما قد جاء في خبر الصحيح المسند يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي صلى عليك الله يا علم الهدى ما ناحى طير في الغصون يغرد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وروي أن آمنة رأت حين وضعته صلى الله عليه وسلم نورا أضاء له قصور بصرى من أرض الشام وروي أن آمنة رضي الله عنها قالت لما وضعته مددت عيني لأنظر ولدي فلم أره ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه وإذا منادي ينادي أخفوه عن أعين الناس قالت فما كان غيبته وخضوره إلا كلمح البصر ولما كنت متحيرة من ذلك إذا بثلاثة نفر قد دخلوا علي كأن وجوههم أقمار وفي يد أحدهم إبريق من الفضة ومع الآخر طشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطوية فنشرها فإذا هي خاتم يحير أعين الناظرين من شدة نوره حمل بني وناوله لصاحب الطشت وأنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحبه اختم بين كتفيه بخاتم النبوة
فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد النبي صلى الله عليه وسلم خمدت تلك الليلة نار فارس بعد الضرام ولم تكن خمدت قبل ذلك بألف أيام وارتج إيوان كسرى وسقطت منه 14 شرفة وغالت بحيرة ساوى وأصبحت أصنام الدنيا كلها منكوسة ورميت الشياطين من السماء بالشهب الثواكب وانبرج الحق وبطل ما كان يعمله كل كاذب. وروي عن يحيى بن عروبة أن نفرا من قريش كانوا عند صنم من أصنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينحرون فيه الجزور ويأكلون ويشربون قد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فانقروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب صاغر ففعلوا ذلك 3 وهو لا يستقيم. فلما رأوا ذلك أبدوا حزنا وتألما وأصبح العيد الذي كانوا فيه مأتما. فقال عثمان بن خويلث ما له قد أكثر التنكس إن هذا لأمر حدث وأنشد وقلبه يسلى بالنار. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أيا صانم العيد الذي صف حوله صناديد من وفد بعيد ومن قرب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. تنكست مقلوبا فما ذاك كلنا فمن حزننا قد دارت العير بالسحب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلبي عن الذنب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. وإن كنت مغلوبا ونكست صاغرا فما أنت في الأوثان بالسيد الربي. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. تردى لمولود أضاءت بنوره جميع فجاج الأرض خوفا من الرعب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ونار جميع الفروس قد خامدت له وقد بات شاه الفروس في أعلم الكرب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. فيا لا قصي ارجعوا عن ضلالكم وحبوا إلى الإسلام والمنزل الرحب. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية.
قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمهم وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك قال سميته محمدا اللهم صل وسلم وبارك عليه فقالوا قد رغبت عن أسماء آبائك قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الضحى في ذلك السعد فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدحامهم واختفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم صل رب العالمين على سيد الكونين والسرج إن بيتا أنت ساكنه ليس محتاجا إلى السرج صل رب العالمين على سيد الكونين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج صل رب العالمين على سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فاز من قد كنت بغيته والسما في أرفع الدرج صل رب العالمين على سيد الكونين والسرج باذلا في الحب محجته سامحا بالروح والمهج صل رب العالمين على سيد الكونين والسرج يا كريم الجود راحته فكفيت البحر واللجج صل رب العالمين على سيد الكونين والسرج صل رب العالمين على سيد الكونين والسرج أنت منجنا من الحرق من لهيب النار والأجج صل رب العالمين على سيد الكونين والسرج ذنبنا محيل يمنعنا من ظروف الدمع والعجج صل رب العالمين على
على سيد الكونين والسرج حبكم في قلبنا محبوب من رئين الذنب والحرج صل رب العالمين على سيد الكونين والسرج إننا نرجو لشافعنا لصلاح الدين والنهج صل رب العالمين على سيد الكونين والسرج وهو نجانا من البلوى طيبه في العالم الأرج صل رب العالمين على سيد الكونين والسرج ربي وارزقنا زيارته قبل قبض الروح والخرج صل رب العالمين على سيد الكونين والسرج صل يا ربي على الهادي لسبيل الحق والفرج صل رب العالمين على سيد الكونين والسرج. قال علي بن زيد رحمه الله تعالى كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم فقال لي ذلك الذمي لما تفعل في هذا الشهر دون غيره فقلت فرحا بمولد رسول الله صلى الله عليه وسلم لأنه ولد في هذا الشهر فجعل يهزأ بي فعز علي ذلك وجدت من ذلك أمرا عظيما فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام فقال لي ما بك فأخبرته بخبري مع الذمي فقال لا تهزن فإنه يأتي إليك غدا وهو مؤمن قال فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي والسحب المدامع قد جرت على خدي وإذا بالباب يترك والذمي يقول افتح فقد زال صدى قلبي إن كان الحبيب قد كان عندك فالبارحة قد كان عندي قال ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله صلى الله عليه وسلم فقلت له ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة عزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المندك إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد صلى الله عليه وسلم خاتم النبيين ورسول رب العالمين فقلت لا إله إلا الله محمد رسول الله صلى الله عليه وسلم ففتح يديه وعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك قال أن تموت غدا قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يترك وقائل يقول إن كنت أنت خليت يوما باللقاء زال الجفا عنا وقد زال الشقاء فقلت له من هؤلاء قال زوجتي وابنتي قال فدخلتا وهما تقولان لا إله إلا الله محمد رسول الله صلى الله عليه وسلم فقال لهما كيف إيمانكما قالتا رأيناه كما رأيت رأي العين وإن كان وعدك بقصر فقد وعدنا بقصرين قال فمات الرجل في الوقت
وفي الغد ماتت ابنته وفي اليوم الثالث ماتت زوجته رحمهم الله تعالى ورحمنا معهم. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صل وسلم. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. آياته والمعجزات كثيرة شهدت بصحتها عقول الحسد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. البدر شك بأمره والشمس إذ غربت له ردت بغير تردد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. والوحش والأشجار كالسجدت له وعليه كالسلمن بعد تشهدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. يا ربي صل على النبي محمد منزل الخلائق من جهنم في غدي. أوصافه ما ينبغي تعدادها فالمدح يقصر عن بلوغ المقصد. يا ربي صل على النبي محمد منزل الخلائق من جهنم في غدي. يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب
مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും അക്ഷര പിശകുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന തരത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു കരുണാവാരിധിയാൻ പടച്ചവൻ പുറത്തു തന്ന് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മൗലിദ് ഓതിയാൽ എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുന്നുണ്ടോ അത് മുഴുവനും റബ്ബ് തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ എല്ലാവർക്കും അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണമെന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ ദുആയിന്റെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا
ترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناكع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق محمد وآله الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിനെ നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓതിയതിലും പറഞ്ഞതിലും എന്തെങ്കിലും അബദ്ധങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ എല്ലാം മിസ്ൽ സവാബ് അല്ലാഹുവേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും അതുപോലെ മുഴുവൻ അമ്പിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് അതുപോലെ അതിനുശേഷം കടന്നു വന്ന അല്ലാഹുവേ മുഴുവൻ സ്വഹാബിമാരുടെ ഹളറത്തിലേക്കും മുഴുവൻ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ കാരണവന്മാർ ആരെല്ലാം മരണപ്പെട്ടോ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് റഹ്മാനെ ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യത്തിന്റെയും ഒരു സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മുഅ്മിനീങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 1-ാമത്തെ രാവ് മുതൽ 12-ാം രാവ് വരെ ഞങ്ങൾ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 12-ാമത്തെ രാവിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹുവേ, നബിദിനത്തിന്റെ രാവിലാണുള്ളത്. നാളെ നബിദിനത്തിന്റെ പകലാണ്, 12-ാമത്തെ പകലാണ്. നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പുണ്യമായ പകലും രാവുമാണ്. റബ്ബേ, നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. നിന്റെ മുത്തായ ഹബീബിന്റെ മൗലിദ് ഞങ്ങൾ ഓതിയിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. ആ ഓതിയതിലും പറഞ്ഞതിലും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ആ മുത്തറസൂലിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ആ മുത്തറസൂലിന്റെ കയ്യും പിടിച്ചു സ്വർഗത്തിലൂടെ വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഞങ്ങളെയും അല്ലാഹുവേ ഈ വീഡിയോ കാണുന്ന ഓരോ ഉമ്മമാരെയും ഈ മജ്ലിസിൽ പങ്കെടുത്ത ഓരോ മുഅ്മിനീങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യമായ ഈ മൗലിദിന്റെ മജ്ലിസിലും അതല്ലാത്ത ഞങ്ങളുടെ മറ്റ് വീഡിയോകളുടെ താഴെയും ഒരുപാട് ഉമ്മമാര് കമന്റ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്. അല്ലാഹുവേ, എല്ലാവരുടെയും വിഷമ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പല വീഡിയോകൾക്ക് താഴെയും റഹ്മാനെ ഒരുപാട് ഉമ്മമാർക്ക് കമന്റ് എഴുതാതെ വിഷമിക്കുന്നവരുണ്ട്. ഇത് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഒരുപാട് മനസ്സിൽ മുറാദുകളുണ്ട്, നിങ്ങളൊന്ന് ദ്വാരക്കണേ എന്ന് നേരിട്ട് കണ്ട് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, കമന്റ് എഴുതിയവരും എഴുതാൻ അറിയാത്തവരും, അല്ലാഹുവേ, ആരെല്ലാം ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവരാണ്, മുറാദ് നീ അറിയുന്നവരാണ്. നീ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിൽ 2 ലക്ഷത്തിൽ പരം വരുന്ന ആളുകളൊക്കെ കണ്ടവരാണ്. റഹ്മാനെ, ആ കണ്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ, ഓരോ ദിവസവും രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ചാനലിൽ വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ദീൻ കേൾക്കാൻ വേണ്ടി, അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്ന, കൊതിയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുമുണ്ട്. റഹ്മാനെ, അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണയല്ലാ, ഈമാൻ തരണയല്ലാ, ഇഖ്ലാസ് തരണയല്ലാ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് നീ തരണയല്ലാ, മഹബ്ബത്ത് തരണയല്ലാ, ഇഷ്ക് തരണയല്ലാ, മുത്ത് റസൂലിന്റെ സ്നേഹം ഞങ്ങൾക്ക് നീ തരണയല്ലാ, അവിടുത്തെ ശഫാഅത്ത് തരണയല്ലാ. അവിടുത്തെ അല്ലാഹുവേ ലിവാഉൽ ഹംദിന്റെ കീഴെ ഒരുമിച്ച് കൂടാനും ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കുടിച്ച് അവസാനം സന്തോഷത്തോടെ സ്വർഗത്തിൽ കടക്കാനും ഈ മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പള്ളിയിലേക്ക് ചീരണി കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ മഹല്ലത്ത് പള്ളികളിലൊക്കെ റഹ്മാനെ മൗലിദിന്റെ ഭക്ഷണത്തിന് വേണ്ടി, അന്നദാനത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണയല്ലാ, ബറക്കത്ത് കൊടുക്കണയല്ലാ, സലാമത്ത് കൊടുക്കണയല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ നീ അഭിവൃദ്ധി നൽകണയല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ അല്ലാഹുവേ പടച്ചവനെ നബിദിനത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തവരാണ്. ഒരുപാട് ഒരുപാട് ഉന്നതിയിൽ ഞങ്ങളുടെ മക്കളെ നീ എത്തിക്കണയല്ലാ. അവരൊക്കെ നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണയല്ലാ, ഫായിസീങ്ങളാക്കണയല്ലാ. വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കള് അവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ്. പ്രസംഗത്തിനും പാട്ടിനും ഖുർആൻ പാരായണത്തിനും ഒക്കെ പങ്കെടുക്കുന്നവരാണ്. റഹ്മാനേ അല്ലാഹുവേ, നാളെ മൗലിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മക്കള്, റാലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മക്കള്, അവരുടെയൊക്കെ ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണയല്ലാ, ആരോഗ്യം കൊടുക്കണയല്ലാ. നബിദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് ഖിദ്മത്തിലാണ്, രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ് ഒരുപാട് പരിപാടികൾ തർത്തീബ് ചെയ്യാൻ. അല്ലാഹുവേ, ഒരുപാട് കമ്മിറ്റി ഭാരവാഹികൾ അവരൊക്കെ ഒരുപാട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയുമായി മദ്രസയുമായി എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണയല്ലാ, ബറക്കത്ത് കൊടുക്കണയല്ലാ. ഞങ്ങൾ ഓതിയിട്ടുള്ള മൗലിദിന്റെ ഒക്കെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണയല്ലാ. ക്യാൻസർ തരല്ലയല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലയല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലയല്ലാ. വാൽവിന് പ്രശ്നമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകളാണ് അല്ലാഹുവേ രോഗങ്ങൾ മാറാൻ ദുആ വസിയത്ത് പറഞ്ഞത്. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി തരണയല്ലാ. നിന്റെ കഴിവാണ് റബ്ബേ. അല്ലാഹുവേ, നിന്റെ കഴിവ് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ അല്ലാ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യമായ ഈ ഒരു സമയത്ത് റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളെ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം നിനക്കറിയാം, എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് നീ നല്ല ജോലി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആൺ പെണ്ണുങ്ങളുണ്ട് റഹ്മാനെ, അവർക്ക് നീ ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നു, വാടക വീട്ടിലാണ് റഹ്മാനെ, സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പത്തിലാക്കി തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരാണ്. അവർക്ക് നീ സലാമത്തും ഖൈറും കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ ശരീരത്തിൽ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഭാര്യമാരും റഹ്മാനെ. ആ ഉമ്മമാർക്കും ഭാര്യമാർക്കും അതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീട് നീ സ്വർഗ്ഗ തുല്യമാക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് മുത്തുനബിയോടുള്ള സ്നേഹം നീ അധികരിപ്പിച്ചു തരണേ അല്ലാ. സ്നേഹിക്കാൻ അല്ലാഹുവേ, സ്വലാത്ത് ഒരുപാട് ചൊല്ലാൻ, മദ്ഹുകൾ പറയാൻ നീ തൗഫീക്ക് തരണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ മുത്ത് ഹബീബിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ വരുന്ന വർഷം ഹജ്ജിന് പോവാൻ വേണ്ടി ഒരുപാട് പേര് അപേക്ഷ കൊടുക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഖൈറായ നിലയിൽ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വരാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ അപകട മരണങ്ങൾ, ആക്സിഡന്റുകൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പള്ളികളിൽ നടക്കുന്ന മൗലിദ് സദസ്സിലേക്ക് ചീരണി കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നീ എല്ലാവിധ സമാധാനവും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ വയനാടിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങളെ കഷ്ടപ്പാടിലാണ്. അവർക്കെല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാഹ്, സമാധാനം കൊടുക്കണേ അല്ലാഹ്. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഖൈറായ മഴ നീ കൊടുക്കണേ അല്ലാഹ്. മഴ അധികമായ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നും ആ മഴ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രകൃതി നീ അനുകൂലമാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത കാലമാണ്. ഒരുപാട് മോശത്തരങ്ങൾ കൂടി വരുന്ന കാലമാണ്. ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. ഞങ്ങളെ എല്ലാവരെയും അത്തരത്തിലുള്ള ആ വലിയ മോശത്തരങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ് നമ്മുടെ മൗലിദിന്റെ മജ്ലിസ് ആയിരുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.